നമസ്കാരം. ഈ വീഡിയോ ഒരു പക്ഷേ ഒരു അല്പം നീളം ഉണ്ടായേക്കാം. നിങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ പറയണമെന്നൊന്നും പറഞ്ഞു കളയരുത്. കാരണം അങ്ങനെ പറയാൻ പറ്റുന്നൊരു വിഷയമല്ല ഇനി ഞാൻ പറയുന്നത്. ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ 3 ചെറുപ്പക്കാർ ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് പോയി ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. പോക്കറ്റിലിട്ടുകൊണ്ട് പോയിട്ടുള്ള ആ ചെറുപ്പക്കാരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഇതാണല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി അപ്രത്യക്ഷയായി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു, ആരെങ്കിലും ഇനി പിടിച്ചോണ്ട് പോയതാണോ, മയക്കി കിടത്തി കടത്തിക്കൊണ്ട് പോയതാണോ? അപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നാണ് മനസ്സിലായത്. കൂടെ പോയതാണെന്നാണ് മനസ്സിലായത്. 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് ഇനി ആ പിടിച്ച പ്രതികളെ മുഴുവൻ ഒരുപക്ഷെ അമ്മമാർക്ക് 18 വയസ്സിന് മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോക്സോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ചുമത്തി അകത്തിടും. ഇതൊരു പരിഹാരമാണോ? അല്ല. ഇപ്പൊ കാണിച്ചത് ശരിയായ ഒരു പ്രവൃത്തിയുമല്ല. എന്തുകൊണ്ടാണ് കൂടെ പോയ പെണ്ണ് പ്രതിയല്ലാതായത്? ഇവിടെ തെറ്റ് ചെയ്തത് അവർ 4 പേരാണ്. ഈ ഒരു മകളെ ഉള്ളൂ എന്ന് പറയുന്നു. ഒരു പക്ഷേ മറ്റു മക്കളുണ്ടാകാം. എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാർ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി അവരുടെ കൂടെ പോയി? അതിന് ഉത്തരം വേണ്ടേ? അതിന് ഉത്തരം മാതാപിതാക്കൾക്ക് അറിയണം. എൻ്റെ ഈ വീഡിയോ അവരുടെ മാതാപിതാക്കളോ ആ പരിസരത്തുള്ളവരോ ആരെങ്കിലും കാണുന്നെങ്കിൽ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. അതുപോലെ മറ്റുള്ള മാതാപിതാക്കൾക്കുള്ളൊരു താക്കീതാണ്. എത്രയോ തവണ ഒന്നിലധികം തവണ 2, 3, 4 തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ബാലരാമപുരത്ത് അസ്മിയ എന്നൊരു പെൺകുട്ടി മദ്രസ ഹാളില് സ്റ്റഡി ഹാളില് ആത്മഹത്യ ചെയ്തൊരു കേസുണ്ടല്ലോ. അന്നത് വർഗീയമായും അല്ലാതെയും വളരെ പ്രചരിപ്പിച്ച ഒരു വീഡിയോ ആണ്. അതിന്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതിൽ നിന്ന് അതിന്റെ പേഴ്സണാലിറ്റി അനാലിസിസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ 2ാമത്തെ വീഡിയോയിൽ. ആ പെൺകുട്ടിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് ആ പെൺകുട്ടിയുടെ മാതാവിനെ അറിയാൻ സാധ്യതയുണ്ടെന്നും ഒരു പോക്സോ മണക്കുന്നുണ്ടെന്നും അതായത് ഒരു ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു എന്നൊക്കെ അതിന് കാരണമുണ്ട്. ആ കാരണമൊക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. എന്നാൽ പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നതോ ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ തനിപ്പകർപ്പാണ്. ഒരു പോക്സോ അവിടെ ഉണ്ടായി. അതിന്റെ മാതാവിന് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമായിരുന്നു. അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. ശരിക്ക് ആ മാതാവിനെ ആ പോക്സോയിൽ കൂട്ടുപ്രതിയാക്കേണ്ടതാണ്. പക്ഷെ ആയിട്ടില്ല. കൂട്ടുപ്രതി എന്ന് പറയുമ്പോൾ അറിഞ്ഞ കാര്യം മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതും കൂട്ടുപ്രതിയാണ്. ആ അർത്ഥത്തിലാണ്, അല്ലാതെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ സംഭവിച്ചതായി നമ്മൾ കണ്ടു. പിന്നീട് തെളിഞ്ഞു വന്നത് അത്തരം കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീരത്ത് ഏതോ ഒരു പാറക്കല്ലിൽ ഒരു കുരുന്നിനെ എറിഞ്ഞു കൊന്ന ഒരു മാതാവിന്റെ കഥ, ഒരു വലിയൊരു കൊടും കുറ്റവാളിയുടെ കഥയും നമ്മൾ കേട്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു. പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ തന്നെ, എൻ്റെ മറ്റൊരു ചാനലിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി അനാലിസിസിനെ കുറിച്ച്, വ്യത്യാസത്തെ കുറിച്ച്, ഓരോ വ്യക്തിയുടെ വ്യത്യാസത്തെ കുറിച്ച്. ഒരു സ്വന്തം കുഞ്ഞിനെ തീരത്ത് എറിഞ്ഞു കൊന്നത്, കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്നത് എന്തിന് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരുപക്ഷെ ഞാൻ പറയുന്നത് എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് എന്നെ തെറി വിളിക്കാം. പക്ഷെ പറയാൻ ഞാനേ ഉള്ളൂ എന്നതുകൊണ്ട്, എനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ലോയലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പുകളിൽ ലോയലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കംഫർട്ട് സോണിൽ മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതിൽ പെട്ടതാണ് വിസ്മയയും ഈ പറഞ്ഞ വിഭാഗവുമെല്ലാം. ഇന്നത്തെ പെൺകുട്ടികളിൽ നല്ലൊരു വിഭാഗവും അത്തരത്തിൽ കുട്ടികളാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള കാറ്റഗറി കുട്ടികൾ അല്ലെങ്കിൽ കൂടി നമ്മുടെ വിദ്യാഭ്യാസ സിലബസ് ആ ഒരു വിഭാഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് സിലബസ് ശരിയല്ല എന്ന് എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മാതാവ് ആ കുട്ടിയെ എറിഞ്ഞു കൊന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് തന്റെ ഭാര്യ ഇങ്ങനെയുള്ളൊരു വിഭാഗത്തിലുള്ള ഒരു പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ആണെന്നുണ്ടെങ്കിൽ അവളെ ചേർത്ത് പിടിക്കണം, അവളെ കെയർ ചെയ്യണം, അവൾക്ക് വേണ്ടിയിട്ടുള്ള കംഫർട്ട് സോൺ അവൻ ഒരുക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവനിലേക്കാണ് ചായ അവൾ. പക്ഷെ അവനത് അറിയില്ല. തന്റെ ഭാര്യ ഇന്ന സ്വഭാവമുള്ള ആളാണ്, താൻ ഇന്ന സ്വഭാവമുള്ള ആളാണ് എന്നറിയാതെ വരുമ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ തന്നെ പോലെ തന്നെയാണ് തന്റെ ഭാര്യയും, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെയാണ് തന്റെ ഭർത്താവും എന്നൊരു തോന്നലുണ്ടാവും. ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിലും ഇത് തന്നെയാണ് വിഷയം. തന്നെ പോലെ തന്നെയാണ് എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ അവരോട് പറയും. പക്ഷെ രണ്ടും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ഭർത്താവിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാവും, ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് അകൽച്ച ഉണ്ടാവും, സ്വന്തം വീട്ടിൽ നിന്ന് അകൽച്ച ഉണ്ടാവും. ഈ സമയത്ത് അയൽപക്കത്തെ ഒരു ചേട്ടൻ ചിരിച്ചുകൊണ്ട് വരും. ആ ചിരിച്ചുകൊണ്ട് വരുന്ന ആ ചേട്ടൻ സ്വാഭാവികമായിട്ടും അവൾക്കുള്ള കാര്യം എന്താ ചേച്ചി, എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് സങ്കടം ഇറക്കി വെക്കും. കുറച്ച് കഴിയുമ്പോൾ അവൻ ഇവളുടെ കംഫർട്ട് സോണായി മാറും. അവൻ വെച്ച് മുതലെടുക്കും, എല്ലാം കഴിയും. അപ്പോഴായിരിക്കും ഭർത്താവ് വിദേശത്തു നിന്ന് വരുമ്പോൾ ആ ഭർത്താവ് ശത്രുവാണ്. സ്വാഭാവികമായും അവിടെ തന്റെ കാമുകനോടൊപ്പം പോകണം. കാമുകനല്ലത്, ശരിക്ക് തന്റെ കംഫർട്ട് സോണാണ്. കാമുകൻ എന്ന് പറയാൻ പറ്റില്ല. ആ കംഫർട്ട് സോണിനൊപ്പം പോകാൻ വേണ്ടിയിട്ട്, ആ വ്യക്തിയോടൊപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള തടസ്സം അവിടെ ഒരു കുട്ടിയാണ്.
അവിടെ ഡെവിൾസ് അഡ്വക്കേറ്റ്, പിശാചിന്റെ വക്കീൽ എന്നുള്ള ഒരു മെന്റൽ ഡിസോർഡർ അവിടെ ഉണ്ടായി വരികയാണ്. ഒരു ഡിസോർഡർ വന്നിട്ട് അത് തന്റെ ശത്രുവായിട്ടാണ് കുട്ടിയെ കാണുന്നത്. തന്റെ മകനായിട്ടോ തന്റെ മകളായിട്ടോ അല്ല, തന്റെ ഭർത്താവായിട്ടോ അല്ല അവിടെ കാണുന്നത്. തന്റെ സുരക്ഷിതത്വത്തിന് തുരങ്കം വയ്ക്കാൻ വന്ന ശത്രുവായിട്ടാണ് കാണുന്നത്. ആ ഒരു മാനസിക അവസ്ഥയിൽ ആ ശത്രുവിനെ നിഗ്രഹിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഭർത്താവിന്റെ കഴുത്തരിഞ്ഞ് കൊല്ലുന്നത്. അത് പലതും അങ്ങനെയാണ് നടക്കുന്നത്. മിക്കവാറും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഓരോ പേഴ്സണാലിറ്റിയും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഇവിടുത്തെ നമ്മുടെ സിലബസിൽ അതില്ല. നമ്മുടെ രക്ഷിതാക്കൾക്ക് അത് അറിയില്ല. ഈ പറഞ്ഞ തിരുവല്ലയിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രക്ഷിതാക്കൾ ഒരു പക്ഷേ ഈ കുട്ടിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാകാം, നന്നായിട്ട് തിന്നാൻ കൊടുക്കുന്നുണ്ടാകാം, നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ടാകാം, ട്യൂഷൻ സെന്ററിൽ കൊണ്ടാക്കുന്നുണ്ടാകാം, തിരിച്ചു കൊണ്ടുവരുന്നുണ്ടാകും, എല്ലാം ഉണ്ടാവാം. പക്ഷെ ആ കുട്ടിക്ക് വേണ്ടത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹനിധിയായ തന്റെ അപ്പനും അമ്മയും അവരെയും വിട്ട് 2-3 ചെറുപ്പക്കാർ വിളിക്കുമ്പോൾ അങ്ങ് പോകണമെന്ന് തോന്നുന്നതിന് കാരണം എന്താണ്? അപ്പോ അവൾക്കുള്ള കംഫർട്ട് സോണായിട്ട് മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇവിടെ വിലക്കുകളുടെയും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് വിലക്കുകളുടെയും വിധികളുടെയും ഇടയിൽ നിൽക്കുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കെയറായിട്ട് ഒരു കംഫർട്ടായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതലം ഒരുക്കി കൊടുക്കുക, ഒരു സുരക്ഷിതത്വം അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, അവളുടെ മനസ്സിൽ തോന്നുന്ന വിധത്തിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ രക്ഷിതാക്കളുടെ ചുമതലയാണ്. അത് രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ചുമതലയാണ്. അവരാരും അത് ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരോടൊപ്പം പോവും. അവനെ പിടിച്ച് 4 ഇടി ഇടിച്ചിട്ടോ അവനെ പിടിച്ച് പോക്സോ കേസിൽ കുടുക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്, എനിക്കതിൽ യാതൊരു വ്യഥയുമില്ല. എത്രയോ കാലം കൊണ്ടേ പറയുന്നതാണ്. ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കേസുകൾ, വിസ്മയ കേസ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഒരുപാട് കേസുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ സംഭവിച്ചിട്ടുള്ളതാണ്. പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സുകൾ കഴിഞ്ഞ 2014 മുതൽ ഞാൻ എടുത്തു വരിക. ഇപ്പൊ അത് നിർത്തി. കാരണം അത് ആർക്കും ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ അവനവന്റെ ജീവിതത്തിൽ നിന്ന് കുട്ടികൾ ചാടി പോകുന്നുണ്ട്. അവിടെ കൊലപാതകം നടക്കുന്നുണ്ട്, അവിടെ നിന്ന് മറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന് പുറമെ പലരും വിവാഹബന്ധം വേർപെട്ട് പോകുന്നുണ്ട്. ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് ഫാമിലി കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരൊറ്റ സിറ്റിങ്ങിൽ അവർ ജോയിന്റ് ആയി പോകുന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അത്തരം കേസുകൾ ഇപ്പോൾ എടുക്കുന്നില്ല. എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് ഇനിയൊരു സ്ഥലത്തും പോകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ തന്നെ ചെയ്യണം എന്നാവശ്യപ്പെടുന്ന കേസുകൾ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. കാര്യം എനിക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ജീവിതം ശരിയാക്കി കൊടുത്തോളാം ഞാൻ നേർച്ചയൊന്നും നടന്നിട്ടില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കാം. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ആരും വരണ്ട എന്നുള്ള നിലപാട് ഞാൻ എടുത്തത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങളുടെ കുട്ടികൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ആ വ്യത്യസ്ത സ്വഭാവമുള്ളവരായതുകൊണ്ട് അവരുടെ സ്വഭാവം അറിഞ്ഞ് പെരുമാറിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ എത്തേണ്ടടുത്ത് എത്തും, നല്ല ഉന്നത നിലവാരത്തിലെത്തും. അവരിതുപോലെ മറ്റുള്ളവരോട് ചാടി പോവില്ല. അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലോയലിസ്റ്റ് സ്വഭാവമുള്ള കുട്ടികളായി ഇന്നുള്ള കുട്ടികൾ, അവർക്ക് അവരുടെ കെയർ, അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവർക്കൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ പോവില്ല. ഇവിടെ ഈ 3 ചെറുപ്പക്കാരോടൊപ്പം ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയെങ്കിൽ 100% ഞാനതിന്റെ ഉത്തരവാദിത്വം ആദ്യമായി വെക്കുന്നത് അതിന്റെ രക്ഷിതാക്കളിലാണ്, എൻ്റെ മാതാപിതാക്കളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം 3, 4, 5 പ്രതികൾ മാത്രമാണ് ആ ചെറുപ്പക്കാരെന്ന് മനസ്സിലാക്കുക. ഞാൻ അങ്ങനെയാണ് പറയുക. എന്നോട് എന്ത് തോന്നിയിട്ടും കാര്യമല്ല, ഉള്ളതുപോലെ പറയണമല്ലോ. അതുകൊണ്ട് എൻ്റെ മകളായാലും നിങ്ങളുടെ മകളായാലും നമ്മുടെ മക്കളിൽ എല്ലാവരും ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെന്റൽ സ്വഭാവം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടണം, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അവരുടെ ആവശ്യം നമ്മൾ കണ്ടറിയണം. അവർ പറഞ്ഞോളണമെന്നില്ല. 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയിൽ അവർ നിന്നോളും. 11,000 രൂപയുടെ ആവശ്യം അവർക്കില്ല. ആ ഒരു ചെറിയ ലോകത്താണ് അവരുടെ ജീവിതം. അവരുടെ ആ ചെറിയ ലോകം അറിഞ്ഞുകൊണ്ട് നമ്മളവരോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ കണ്ടവന്മാരോടൊപ്പം പോവില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര പോലീസ് കേസ് നടത്തിയിട്ടും കാര്യമില്ല, എത്ര പോക്സോ കേസ് വെച്ചിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കുട്ടികൾ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളിത് ശ്രദ്ധിക്കുക.